നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. യുവാവ് കായലിൽ വീണു മരിച്ചു. കൊല്ലം തങ്കശ്ശേരി സ്വദേശി സിനാൻ ഷാനവാസാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. കെ.സി. വേണുഗോപാൽ എം.പിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ സമ്മേളനം. ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളെ കബളിപ്പിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയും പ്രതിഷേധം. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ വിളക്കുവെട്ടത്താണ് ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി എന്ന് കോൺഗ്രസ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. യുവാവ് കായലിൽ വീണു മരിച്ചു. കൊല്ലം തങ്കശ്ശേരി സ്വദേശി സിനാൻ ഷാനവാസ് ആണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. സിനാനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്ന് പോയ സിനാൻ രാത്രിയായിട്ടും തിരിച്ചെത്തിയില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ വെസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഇതിനിടെ ഇദ്ദേഹത്തിന്റെ ബൈക്ക് അഷ്ടമുടിക്കായലിലെ ഓലയിൽ കടവ് പാലത്തിന് സമീപത്ത് നിന്നും കണ്ടെത്തി. തുടർന്ന് തിരച്ചിൽ നടത്തി. തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൊല്ലം തങ്കശ്ശേരി തോട്ടക്കാട്ട് നഗർ 10 കലവറത്തക്കതിൽ ഹൌസിൽ ഷാനവാസിന്റെയും സജീന ബീഗത്തിന്റെയും മകനാണ് സിനാൻ ഷാനവാസ്. സഹദ് ഷാനവാസ് ആണ് സഹോദരൻ. സംഭവത്തിൽ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. വടക്കൻ മൈനാഗപ്പള്ളി നവോദയ ഗ്രന്ഥശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദരിക്കൽ, അനുമോദനം, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. വടക്കൻ മൈനാഗപ്പള്ളി നവോദയ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം, ആദരിക്കൽ, അനുമോദനം, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും വിവിധ സമുദായത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളോടെ പ്രവർത്തിക്കുന്നതാണ് വളരെ സന്തോഷമുള്ളത്. ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പരിപാടി നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് നിരവധി വിജയങ്ങൾ കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾ അവർക്ക് ഇന്ന് അവാർഡ് നൽകുകയാണ്. പഴയ കാലത്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് വിതരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഗ്രന്ഥശാലകളായാലും മാതാപിതാക്കളായാലും മറ്റുള്ള ഒരുപാട് പേർ നൽകി വരുന്നു. SP കെ അശോക് കുമാറിനെ ആദരിക്കലും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നിർവഹിച്ചു. പണ്ട് കാലങ്ങളിലൊക്കെ ഇന്ന് നമുക്ക് വിജ്ഞാനം, നമുക്ക് നെറ്റ് എല്ലാം നമുക്ക് മൊബൈലെല്ലാം കിട്ടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇതൊന്നും ഇല്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നെറ്റ് അതിനുള്ള യാതൊരു കമ്പ്യൂട്ടർ പോലും ഇല്ല. ഞാൻ 84-ലൊക്കെ സർവീസിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് മൊബൈലിന്റെയൊക്കെ ആവിർഭാവം ഉണ്ടാകുന്നത്. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന തികച്ചും വായനശാലകളെ അല്ലെങ്കിൽ ഗ്രന്ഥശാലകളെ. ജില്ലാ പഞ്ചായത്ത് അംഗം C ശ്യാമളയമ്മ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ശശികല വനിതാ വായന മത്സരത്തിൽ ജില്ലാതലത്തിൽ പങ്കെടുത്തവരെ അനുമോദിച്ചു. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S ശശികുമാർ ബാലകലോത്സവം വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സയ്യിദ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടും പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ഭാഗപ്പെടുത്തിയെടുക്കാനുള്ള പ്രയാസം. പണ്ടുകാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ എണ്ണം 1/2 ഡസൻ, 3/4 ഡസൻ, 1 ഡസൻ ഇങ്ങനെയായിരുന്നു. ഇന്ന് ഒരു കുട്ടി 2 കുട്ടി. ഗ്രന്ഥശാല പ്രസിഡന്റ് KP അൻസാർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി G അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. മനാബ് മൈനാഗപ്പള്ളി, ജലജ രാജേന്ദ്രൻ, B രാധാകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിത്തെരുവിൽ പ്രതിഷേധ സമ്മേളനം നടത്തി. കെ.സി. വേണുഗോപാൽ എം.പിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും ക്ഷേമനിധി പെൻഷനുകൾ 1.5 വർഷമായി വിതരണം ചെയ്യാതെ പെൻഷൻ ഗുണഭോക്താക്കളെ കബളിപ്പിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കെ.സി. വേണുഗോപാൽ എം.പിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സമ്മേളനം നടത്തിയത്.
കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കമ്പനി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുറ്റിത്തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി N. രവി ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ സമയാസമയങ്ങളിൽ കൊടുക്കാതെ കുടിശ്ശിക വരുത്തിക്കൊണ്ട് അതെന്തെങ്കിലും തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിലൂടെ വോട്ട് നേടാമെന്ന തന്ത്രം സ്വീകരിച്ചതിനെതിരായിട്ടാണ് KC വേണുഗോപാൽ ശക്തമായ പ്രതിഷേധം യോഗത്തിൽ പ്രകടിപ്പിച്ചത്. അതിന്റെ പേരിൽ KC വേണുഗോപാലിനെ ആക്ഷേപിക്കുവാനും ക്ഷേമ പെൻഷൻ കിട്ടുന്നവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ അവരെ അപമാനിക്കുന്ന തരത്തിൽ മണ്ഡലം പ്രസിഡന്റ് K. നാസർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, KV രജികുമാർ, ഹബീബുള്ള, M. നദീർ, തണ്ടളത്ത് മുരളി, N. ഗോപിനാഥ്, അബ്ദുൾ സലാം, ഡാനിയൽ തമ്പി, R. വിജുകുമാർ, K. രാജു, K. കൊച്ചുചെറുക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമ പെൻഷനുകൾ 1.5 വർഷമായി വിതരണം ചെയ്യാതെ പെൻഷൻ ഗുണഭോക്താക്കളെ പിണറായി സർക്കാർ കബളിപ്പിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദനവും ഇതോടനുബന്ധിച്ച് നടത്തി. വിമുക്ത ഭടഭവൻ ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സേവാ കേന്ദ്ര ഉദ്ഘാടനവും ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. വിമുക്ത ഭടഭവൻ ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓച്ചിറ യൂണിറ്റ് ആസ്ഥാന മന്ദിരത്തിൽ നടത്തിയ പരിപാടി മധുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രോസസ്സായി അങ്ങനെയല്ലേ സാർ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴെല്ലാവർക്കും നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ പറയുന്നത് 2022-23 ഞങ്ങൾക്ക് എടുത്ത ചാർജ് എടുത്ത കുറച്ച് നാളെ ആയുള്ളൂ. 2022, 23, 24 കാലഘട്ടത്തിലെ എല്ലാ ബില്ലുകളും പെൻഡിങ് ആയിട്ടുള്ള എല്ലാ ബില്ലുകളും എല്ലാവർക്കും പൈസ ഒന്നും തുടങ്ങിയിട്ടില്ലേ സാറേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? QR കോഡ് ഉണ്ട്. ആ QR കോഡ് ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇനി പറയാനുള്ളത് ഉള്ളറിയാൻ സാറേ എൻ്റെ കാർഡ് നമ്പർ സോൻസോ ആണ്, ഞാൻ സർജൻ അല്ലെങ്കിൽ ആളില്ല സോൻസോ ആണ്, പോളിക്ലിനിക് കൊണ്ടറയുടെ ബെനിഫിഷ്യറിയാണ്. ഈ രീതിയിൽ കാര്യങ്ങളിലൂടെ ഇത് നല്ലതായിരുന്നു. KCSL ഓച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് N. ജനാർദ്ദനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേണൽ ശശികുമാർ ഡിയും ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രനും നിർവഹിച്ചു. IESL ദേശീയ കൌൺസിൽ അംഗം P. സതീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ അതിഗംഭീരമായ കുടുംബ സംഗമവും 59-ൽ കൂടുതൽ ആൾക്കാരെ ആദരിക്കുകയും ചെയ്തൊരു ചടങ്ങ് നിങ്ങളേവരും കണ്ടതാണ്. അതിൻ്റെ എല്ലാം വിജയവും അതിൻ്റെ എല്ലാ സഹായവും ഈ ഇരിക്കുന്ന കേരള സ്റ്റേറ്റ് എക്സ് സർവീസസിൽ ഓച്ചിറ യൂണിറ്റിൻ്റെ അംഗങ്ങളാണ്. നിങ്ങൾ തന്നെ ഈ സ്നേഹോപകാരത്തിന് മുമ്പിൽ തല ചുമിക്കാനേ ഞങ്ങളെ കൊണ്ടാവും. എപ്പോഴും എന്തിനും പ്രയോജനം തരിക എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ആദ്യം മുതൽ 2005 മുതൽ 2003 മുതൽ ഈ സംഘടന തുടങ്ങിയപ്പോൾ മുതൽ ഓച്ചിറ യൂണിറ്റിലെ കേരള എക്സ് സർവീസസ് ലീഗ് തന്നുകൊണ്ടിരിക്കുന്നു. യൂണിറ്റ് ട്രഷറർ രാജേന്ദ്രൻ പിള്ള അനുസ്മരണം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി C. തുളസീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു. തുളസി ശങ്കർ, ജയശ്രീ ദിനമണി, ഉമാദേവി, ശ്രീദേവി S. തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ വിളക്കുവെട്ടത്താണ് ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത്. പുനലൂർ നഗരസഭയിലെ വിളക്കുവെട്ടത്താണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. വിളക്കുവട്ടം ജംഗ്ഷനിൽ ആരംഭിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത നിർവഹിച്ചു. പക്ഷേ എപ്പോഴും നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ ആളുകളുടെ ആവശ്യങ്ങൾ വേണ്ടത്ര രീതിയിൽ പരിഹരിക്കപ്പെടുന്നില്ല എന്ന പരാതി ഉയരുമ്പോഴും അതൊരു താലൂക്ക് ഹോസ്പിറ്റലാണ് എന്നുള്ള ഒരു സംഗതി നമ്മൾ എപ്പോഴും മറന്നു പോവുകയാണ്. ഇത് താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന് കൃത്യമായ രീതിയിലുള്ള സ്റ്റാഫ് പാറ്റേണും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ നഗരസഭ കൂടി ഇടപെട്ടുകൊണ്ട് HMCയുടെ ഫണ്ട് വെച്ചുകൊണ്ട് മതിയായ രീതിയിലുള്ള ജീവനക്കാരെ അവിടെ ജോലിക്ക് നിർത്തിക്കൊണ്ടാണ് ആ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു
വസ്തുത നമ്മൾ മറന്നു പോകൂടാ. ഡയാലിസിസ് പേഷ്യന്റിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം 29 മെഷീനുകളാണ് അവിടെ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ പോലും ഒരു താലൂക്ക് ഹോസ്പിറ്റലിലും ഇത്രയധികം ഫെസിലിറ്റീസ് ഡയാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരെണ്ണം കൂടി നമ്മുടെ MLAയുടെയും സർക്കാരിൻ്റെയും കൂടെ ശ്രമഫലമായി നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് സാഹചര്യമുണ്ട്. വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാളെ മുതൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുനലൂർ നഗരസഭ യഥാർത്ഥത്തിലൂടെ ദിനേശ് സാർ സൂചിപ്പിച്ചു. ഏതാണ്ട് 2 വർഷക്കാലത്തിന് മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു ആശുപത്രി സ്ഥാപിക്കണമെന്നും ഈ നഗരത്തിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ തോട്ടത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഉച്ചയ്ക്ക് അവരുടെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് വന്ന് അത്യാവശ്യം പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വളരെ സൗജന്യത്തോടുകൂടി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആശുപത്രി നമ്മുടെ നാട്ടിൽ വരുന്നു. ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ പുനലൂർ നഗരസഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങൾക്കതിൽ ഭരണസമിതി അംഗങ്ങളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കതിൽ സന്തോഷം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു MS റിപ്പോർട്ട് അവതരിപ്പിച്ചു. വസന്ത രഞ്ജൻ സ്വാഗതം പറഞ്ഞു. കൗൺസിലർ അജിത പ്രതാപൻ പ്രതിഭകളെ ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പിള്ള, അഡ്വക്കേറ്റ് PA അനസ്, ബിനോയ് രാജൻ, K കനകമ്മ, മുൻ വൈസ് ചെയർമാൻമാരായ VP ഉണ്ണികൃഷ്ണൻ, D ദിനേശൻ, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ഓമനക്കുട്ടൻ, സുഭാഷ് ജിനാഥ, വിഷ്ണുദേവ്, KK ജയകുമാർ, ഡോക്ടർ ദേവകിരൺ, വിജയശ്രീ, നഗരസഭാ സെക്രട്ടറി S സുമയ്യ ബീബി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി ആരോപിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ അഴിമതി ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അഞ്ചൽ ചന്തമുക്കിൽ നിന്നും പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. പ്രതിഷേധ യോഗം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നിയോജകമണ്ഡലത്തിന്റെ ആസ്ഥാനം പുനലൂരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പുനലൂർ മധു MLA ആയിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പല വേദികളിലും പറയുന്ന ചില വാചകങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പുനലൂരിനേക്കാളേറെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പുനലൂരിന്റെ തലസ്ഥാന നഗരിയാകാൻ ഏറ്റവും യോഗ്യത ഉള്ളത് അഞ്ചൽ പഞ്ചായത്തിനാണ്. വളർന്നു വരുന്ന അഞ്ചൽ പഞ്ചായത്തായിരിക്കും ഭാവിയിൽ ഈ പുനലൂർ നിയോജകത്തിലെ ഏറ്റവും വലിയൊരു പട്ടണവും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അടക്കമുള്ള അത് കടന്നു വരുമെന്നാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞെങ്കിലും ഒരു അഞ്ചൽ പഞ്ചായത്തിന് നമ്മൾ പ്രതീക്ഷിച്ചൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം ഒരുപാട് കാരണങ്ങളുണ്ട്. രാഷ്ട്രീയമായ കാരണങ്ങളും രാഷ്ട്രീയതര കാരണങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ചും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമുള്ള ഭരണസമിതിയാണ്. പ്രത്യേകിച്ചും CPM നോക്കുന്ന ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ച് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് അഞ്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ARM സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഷെറിൻ അഞ്ചൽ, തോയിത്തല മോഹനൻ, അഗസ്ത്യക്കോടി രാധാകൃഷ്ണൻ, ഷഹീർ കാര്യത്ത്, ഷാഹുൽ ഹമീദ്, അഖിൽ ബാബു, അഡ്വക്കേറ്റ് സജീവൻ, ബിനോയ്, ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വരുമാനം വർദ്ധിക്കുമ്പോഴും വികസനത്തിൽ പിന്നോട്ടടിച്ച് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. 11,23 ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്റ്റേഷൻ നേടിയത്. ഇതേ തുടർന്ന് NSD 4 വിഭാഗത്തിലേക്ക് സ്റ്റേഷൻ ഉയർത്തപ്പെട്ടു. എന്നാൽ ദീർഘദൂര ട്രെയിനുകൾക്കുൾപ്പെടെ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെടുന്നില്ല. RPF യൂണിറ്റ് എന്ന ആവശ്യവും നടപ്പായിട്ടില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ മൊത്തം യാത്രക്കാരുടെ എണ്ണം 44,26,229 റിസർവേഷൻ ബുക്കിംഗിൽ നിന്നുള്ള വരുമാനം 8,73,52,181 രൂപയും സീസൺ ടിക്കറ്റിൽ നിന്നുള്ളത് 27,803 രൂപയുമാണ്. വരുമാനത്തിന്റെയും യാത്രക്കാരുടെ എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ NSD 4 വിഭാഗത്തിലേക്ക് ഉയർത്തിയിരുന്നു. എന്നാൽ ദീർഘദൂര തീവണ്ടികൾക്ക് സ്റ്റോപ്പ് വേണമെന്നതുൾപ്പെടെ പല ആവശ്യങ്ങളും ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒരു ദിവസം ഇത്രമാത്രം യാത്രക്കാർ വന്നു പോവുകയും ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നിടത്ത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് പോലും സ്റ്റോപ്പില്ല എന്നുള്ള വളരെ ദയനീയമായ അവസ്ഥയാണ് കരുനാഗപ്പള്ളിയിൽ. ഇത് മാറ്റിയെടുക്കുവാൻ പ്രദേശത്തുള്ള സംഘടനാ ശേഷികൾ ഉപയോഗിച്ചുകൊണ്ട്
വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അവരുടെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൻ്റെയും കൂടി ഫലമായിട്ട് മാത്രമേ ഇവിടെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നാണ് ആക്ഷൻ കൗൺസിൽ വിശ്വസിക്കുന്നത്. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മാംഗ്ലൂർ രാജ്യറാണി എക്സ്പ്രസ്സുകളുടെ സ്റ്റോപ്പ്, തെക്കോട്ടുള്ള സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കും. രണ്ടാമതായിട്ട് കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് ആവശ്യപ്പെടുന്ന ചെന്നൈ മെയിൽ, കേരള തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് അടിയന്തരമായി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളാണ്, അത് ഇവിടെ നിർത്തണം. തീവണ്ടികൾക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ ലൂപ്പ് ട്രാക്ക് കടക്കണമെന്നതാണ് ദീർഘദൂര തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിലെ പ്രധാന തടസ്സം. ലൂപ്പ് ട്രാക്കുകൾ കടക്കുന്നതിനായി തീവണ്ടിയുടെ വേഗം കുറയ്ക്കണം. ഇത് സമയനഷ്ടത്തിന് കാരണമാകുന്നു. ലൂപ്പ് ട്രാക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരവുമാകൂ. ഇതിനായുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. പ്ലാറ്റ്ഫോമുകളിൽ പൂർണ്ണമായും മേൽക്കൂര സ്ഥാപിക്കണമെന്നതും വർഷങ്ങളായുള്ള ആവശ്യമാണ്. സ്റ്റേഷനിൽ RPFന്റെ യൂണിറ്റ് അനുവദിക്കണമെന്ന ആവശ്യവും നടപ്പായിട്ടില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും എടുക്കാതെ ഒട്ടേറെ പേരാണ് രാത്രിയിൽ സ്റ്റേഷനിലെത്തുന്നത്. ഇത് പരിശോധിക്കാൻ നിലവിൽ കാര്യമായ സംവിധാനങ്ങളുമില്ല. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ തീവണ്ടികളിൽ പലതും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഡോക്ടർ BR അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാല ഹാളിൽ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, ചികിത്സാ സഹായം, അവാർഡ് വിതരണം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. ഡോക്ടർ BR അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. ലാലാജി സ്മാരക ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 134 പേർക്ക് വിവിധ സഹായങ്ങൾ വിതരണം ചെയ്തു. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, ചികിത്സാ ധനസഹായം, വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം, വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഡോക്ടർ BR അംബേദ്കർ അവാർഡുകളും വിതരണം ചെയ്തു. നവോത്ഥാന തുടർ പ്രവർത്തനത്തിന് സൗത്ത് ഇന്ത്യൻ R വിനോദിനും, പരിസ്ഥിതി, കായികം, ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അഡ്വക്കേറ്റ് അനിൽ ബോസിനും, ജീവകാരുണ്യ പ്രവർത്തനത്തിന് മെഹർഖാൻ ചെന്നല്ലൂരിനും അവാർഡുകൾ സമ്മാനിച്ചു. സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അവയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറാക്കും. അതിനുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് എല്ലാവരും വിദ്യാഭ്യാസത്തിൽ ഏതെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ കണക്കെടുപ്പിക്കുമ്പോൾ 33,000 നിയമനങ്ങളാണ് താൽക്കാലിക നിയമനം. ഒരു വർഷം നടത്തുന്നത് 33,000 നിയമനങ്ങളാണ്. താൽക്കാലിക നിയമനങ്ങൾ സംവരണം പാലിക്കേണ്ട കാര്യമില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സംവരണമുണ്ട്. 33,000 പേരെ ഓരോ കൊല്ലവും സംവരണം ഇല്ലാതെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് സ്വന്തക്കാരെ, ബന്ധപ്പെട്ടവരെ, ബന്ധുക്കളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് ഗവൺമെന്റ് വെച്ചാലും സംവരണങ്ങൾ പാലിക്കണമെന്ന കാര്യത്തിൽ ബോബൻ ജിനാഥ് അധ്യക്ഷത വഹിച്ചു. ചൂളൂർ ഷാനി സ്വാഗതം പറഞ്ഞു. PK അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പോച്ചയിൽ നാസർ സഹായ വിതരണം നിർവഹിച്ചു. KC രാജൻ, അനിൽ S കലേലി ഭാഗം, LK ശ്രീദേവി, KG രവി, ബിന്ദു ജയൻ, നീലികുളം സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹിംസ എന്ന് പറയുന്നത്, ജാതിയുടെ യഥാർത്ഥ ഹിംസ എന്ന് പറയുന്നത് അവകാശങ്ങളെ നിഷേധിക്കലാണ്. ഭൂമിയുടെ മേലുള്ള, സമ്പത്തിനു മേലുള്ള, ജ്ഞാനത്തിനു മേലുള്ള, തുല്യ അവകാശങ്ങൾക്കു മേലുള്ള ജനതയുടെ അധികാരത്തെ നിഷേധിക്കുകയാണ് ജാതി ചെയ്തത്. പിന്നീട് ജാതി നിർമൂലനത്തിൽ അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ദളിതരുടെ ഈ സാമൂഹിക ക്രമം മാറ്റാതെ പുരോഗതി അടക്കം യാതൊന്നും നിങ്ങൾക്ക് കരഗതമാക്കുവാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. Parade! Attention! Parade! Standard is flag bearers march off. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു.
NCC അംഗങ്ങൾക്കോ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒരു പാസിംഗ് ഔട്ട് പരേഡുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി കാണത്തില്ല. ഇങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങളിലും ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് ഉയർന്നു പെരുമാറുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ചിട്ടയായ പരിശീലനത്തിലൂടെ ശരിക്കും അർത്ഥമാക്കുന്നത്. പലപ്പോഴും അതികഠിനമായ വെയിലത്താണ് നിങ്ങൾക്ക് പരേഡുകൾ ചെയ്യേണ്ടി വരുന്നത്. പ്രാക്ടീസ് ചെയ്തതും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ, മിക്ക പാസിംഗ് ഔട്ട് പരേഡുകളും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതികൂല വെള്ളം നിറഞ്ഞ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പിരിമുറുക്കമൊക്കെ ഇരിക്കുന്ന അധ്യാപകർക്കും പരിശീലിപ്പിച്ചവർക്കും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിമനോഹരമായി തന്നെ നിങ്ങൾക്ക് ഈ പാസിംഗ് ഔട്ട് പരേഡുകൾ നിർവഹിക്കുവാൻ സാധിച്ചു. അത് കാണുന്ന ഓരോരുത്തർക്കും, പ്രേക്ഷിച്ചും നിങ്ങളെ രക്ഷകർത്താക്കൾക്കും ഞങ്ങൾ ജനപ്രതിനിധികൾക്കും എല്ലാം മനം കുളിരുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്കെല്ലാം സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, SPC കൊല്ലം സിറ്റി ADNO B രാജേഷ്, ചവറ സബ് ഇൻസ്പെക്ടർ അസരീഫ് ഷെഫീഖ്, എലിസബത്ത് ഉമ്മൻ, ബിനൂബ്, ആനന്ദ് ജോഡ്സില, GGI S രാജേന്ദ്രൻ, അസീം, റിനു, അധ്യാപകരായ സിൽവി ചാക്കോ, റോജ മാർക്കോസ്, ഉണ്ണികൃഷ്ണൻ V, മായ ഭാർഗവൻ, C സുഗണൻ, പ്രീത, ആതിര തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്തതായി സൈമൺ. MLA സൂചിപ്പിച്ചതുപോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന നിഷ്ഠാബദ്ധമായ ഒരു മനസ്സോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി പോകാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ SPC കേഡറ്റ്സ് എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൊതുസമൂഹത്തിന് സാധിക്കും. നാം ഇവിടെ ചൊല്ലിയ പ്രതിജ്ഞയിൽ പ്രധാനമായും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയും പ്രകൃതിയോടുള്ള സ്നേഹവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സദാ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതോടൊപ്പം ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളിയിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു തലമുറയുടെ സംരക്ഷകരായി നിങ്ങൾക്ക് മാറാൻ സാധിക്കണം. നമ്മുടെ കലാലയങ്ങളിൽ പൂർണ്ണമായും ലഹരിമുക്തമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയണം. കാരണം സമൂഹത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ സാഹചര്യത്തിലും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ എണ്ണപ്പെട്ടവരാണ് ഇന്ന് ഈ പരിശീലനം പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് പരേഡിലേക്ക് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. സൗജന്യ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുതുപിലാക്കാട് ഗവൺമെന്റ് LVLP സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത്. ശാസ്താംകോട്ട MDMM മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. മുതുപിലാക്കാട് ഗവൺമെന്റ് LVLP സ്കൂളിന്റെയും ശാസ്താംകോട്ട MDMM ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് സൗജന്യ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൗജന്യ മരുന്ന് വിതരണവും മാതാപിതാക്കൾക്ക് ബോധവൽക്കരണവും ഇതോടനുബന്ധിച്ച് നടത്തി. വാർഡംഗം ഉഷാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മുടെ കുട്ടികളെ കഴിവതും കളിക്കാതൊക്കെ വിടരുത്. അപ്പോൾ അതുപോലെ നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. നമ്മുടെ MTM ഹോസ്പിറ്റലിൽ ഒരുപാട് ക്യാമ്പുകളൊക്കെ നടത്തി നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധുക്കളും എല്ലാവരും ഈ ആശുപത്രി ചികിത്സയാണ്. ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചത് ഉൾപ്പെടെ ഈ MTM ഹോസ്പിറ്റലിലാണ്. ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ രാജ് ക്യാമ്പിന് നേതൃത്വം നൽകി. വാർഡംഗം ഉഷാകുമാരി, സ്കൂൾ പ്രഥമാധ്യാപിക സരസ്വതിയമ്മ, SMC ചെയർമാൻ അജയ് ഘോഷ്, ആശുപത്രി ട്രഷറർ അനിൽ മത്തായി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എബ്രഹാം എം വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾക്കൊക്കെ അറിയാം, MDMM മിഷൻ ഹോസ്പിറ്റലിൽ നേരത്തെ ഉണ്ടായിരുന്ന പീഡിയാട്രീഷ്യൻ ഉണ്ണികൃഷ്ണൻ സാറിന് ഇപ്പോഴും ഈ പ്രദേശത്ത് ആകമാനം ആരാധകർ ഉണ്ടെന്നുള്ളതാണ്. സാറിന് ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും പ്രഗത്ഭനായ പീഡിയാട്രീഷ്യനാണ് അരുൺ സാർ. സാറ്റർഡേ കൂടി ആയതുകൊണ്ട് വീടുകളിലൊക്കെ ഓരോരുത്തർ യാത്രകൾ പോവുകയും പിന്നെ ഇന്നത്തെ സാഹചര്യം മഴയും കറണ്ടൊന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത ആഴ്ച കൂടി ചിലപ്പോൾ അതിനനുസരിച്ചുള്ള കുട്ടികൾ എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെ ഈ ചടങ്ങിലേക്ക് എല്ലാവിധമുള്ള ആശംസകളും. 21 വരെ ക്യാമ്പ് തുടരും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും 14.6 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിക്കിടക്കുന്ന MSC എൽസ 3യിലെ ഇന്ധന ചോർച്ച അടയ്ക്കുന്നത് പൂർത്തിയായി. അതേസമയം കപ്പൽ മുങ്ങുന്നതിന് കാരണമായ വിവരം ലഭിക്കുന്നതിന് സഹായകമായ വോയേജ് ഡേറ്റ റെക്കോർഡർ വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹെവി ഫ്യുവൽ ഓയിൽ ടാങ്ക് 22ന്റെ സൗണ്ടിംഗ് പൈപ്പിലുണ്ടായ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞതോടെ ഇന്ധന ചോർച്ച പൂർണ്ണമായി അടച്ചുവെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. മെയ് 25-ന് കപ്പൽ മുങ്ങിയതിനു ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങളിൽ കപ്പൽ കമ്പനിക്കും അവർ നിയോഗിച്ച T&T സാൽവേജ് കമ്പനിക്കും ഗുരുതര വീഴ്ചകൾ സംഭവിച്ചെന്നും പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ കഴിഞ്ഞ ദിവസം ഇരു കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 15 ടാങ്കുകളിൽ നിന്നായി 24-26 ദിവസം കൊണ്ട് ഇന്ധനം നീക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇപ്പോൾ സാൽവേജ് കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹെവി ഫ്യുവൽ ഓയിൽ ടാങ്ക് 22ന്റെ ചോർച്ചയ്ക്ക് പുറമെ ടാങ്ക് 16-ലും 17-ലുമുള്ള ചോർച്ചയും അടച്ചു. ടാങ്ക് 24ന്റെ സൗണ്ടിംഗ് പൈപ്പ് നഷ്ടപ്പെട്ട പ്രശ്നവും പരിഹരിച്ചു. ടാങ്ക് 20, 22, 25, 26, 27 എന്നിവയുടെയും ഇൻസിനറേറ്ററിന്റെയും ക്യാപ്പിംഗും പൂർത്തിയായി. ഇന്ധന ചോർച്ച ഉണ്ടായിരുന്ന ഹെവി ഫ്യുവൽ ഓയിൽ ടാങ്ക് 22, 23 എന്നിവയുടെയും തകരാർ പരിഹരിച്ചു. ഇന്ധന ചോർച്ച തടയുന്നതിന്റെ ഭാഗമായി കപ്പൽ മുങ്ങിയ ഭാഗത്തെത്തിയ ഡൈവിംഗ് സപ്പോർട്ട് യാനമായ സീമാക് 3 സാച്ചുറേഷൻ ഡൈവിംഗ് ഒരുക്കങ്ങൾക്കായി കൊച്ചിയിൽ തിരിച്ചെത്തി. 51 മീറ്റർ അടിയിൽ കിടക്കുന്ന കപ്പലിലെ ടാങ്കിൽ നിന്ന് ഇന്ധനം നീക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാച്ചുറേഷൻ ഡൈവിംഗ് കൂടിയേ കഴിയൂ. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് 3 ദിവസം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനുള്ള ഉപകരണങ്ങളിൽ മിക്കതും എത്തിയതായും ബാക്കിയുള്ളവ കസ്റ്റംസ് ക്ലിയറൻസ് കഴിയാൻ കാത്തിരിക്കുന്നു എന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ധനം നീക്കുന്നതിന് 24 ദിവസമാണ് സാൽവേജ് കമ്പനി അറിയിച്ചിരിക്കുന്നതെങ്കിലും ഇതിനായുള്ള 2 പദ്ധതികൾ സമർപ്പിക്കാൻ ഡിജി ഷിപ്പിംഗ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മെച്ചപ്പെട്ടതാണെങ്കിൽ എങ്ങനെയായിരിക്കും ജോലികളെന്നും മൺസൂൺ കടുക്കുകയും കാലാവസ്ഥ മോശമാവുകയും ചെയ്താൽ എന്താണ് പദ്ധതി എന്നുമുള്ള 2 പദ്ധതികളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാച്ചുറേഷൻ ഡൈവിംഗിനുള്ള ആധുനിക ഉപകരണങ്ങൾ എത്തിക്കുന്നതിലടക്കമുള്ള കാലതാമസം മൂലം നിശ്ചയിച്ച തീയതികളിലൊന്നും പ്രവൃത്തികൾ തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് ഡിജി ഷിപ്പിംഗ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കാട്ടി കത്തയച്ചത്. തീരപ്രദേശത്തെ ശുചീകരണ പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കപ്പലിൽ നിന്ന് താഴെ പോയ 58 കണ്ടെയ്നറുകൾ ഇതുവരെ തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. കൊല്ലം, കന്യാകുമാരി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. രാമേശ്വരത്ത് 22 പേരാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇവിടെ കൂടുതൽ ആളുകളെ നിയോഗിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാവ് കായലിൽ വീണ് മരിച്ചു. കൊല്ലം തങ്കശ്ശേരി സ്വദേശി സിനാൻ ഷാനവാസാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. KC വേണുഗോപാൽ MPക്കെതിരെ ആക്ഷേപകരമായ പരാമർശം. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ സമ്മേളനം. ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളെ കബളിപ്പിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയും പ്രതിഷേധം. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ വിളക്കുവെട്ടത്താണ് ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി എന്ന് കോൺഗ്രസ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.